നമസ്കാരം. ഇറാന്റെ സൈനിക ശേഷിയെ കുറിച്ചുള്ള പുതിയ ചർച്ചകൾ ഇനി വെറും മിസൈലുകളുടെ എണ്ണം, ഡ്രോണുകളുടെ ശേഷി അല്ലെങ്കിൽ വിക്ഷേപണ പ്ലാറ്റ്ഫോമുകളുടെ കണക്ക് എന്നിവയിൽ ഒതുങ്ങുന്നതല്ല. യഥാർത്ഥ ചോദ്യമായി മാറുന്നത് മറ്റൊന്നാണ്. ഒരു രാജ്യം യുദ്ധത്തിന്റെ നടുവിൽ എത്ര വേഗത്തിൽ സ്വയം പുനർനിർമ്മിക്കാനാകും, എത്ര ശക്തമായി തിരിച്ചു വരാനാകും? അടുത്തിടെ IRGC എയറോസ്പേസ് ഫോഴ്സ് കമാൻഡർ മേജർ ജനറൽ സയ്യിദ് മജീദ് മൗസവി പുറത്തുവിട്ട സന്ദേശം ഈ ചർച്ചയ്ക്ക് ആക്കം കൂട്ടുകയാണ്. വെടിനിർത്തൽ കാലയളവിൽ തന്നെ മിസൈൽ, ഡ്രോൺ വിക്ഷേപണ പ്ലാറ്റ്ഫോമുകൾ യുദ്ധത്തിന് മുമ്പിലിരുന്നതിനേക്കാൾ, അതായത് യുദ്ധം തുടങ്ങുന്നതിന് മുന്നേ ഉള്ളതിനേക്കാൾ വേഗത്തിൽ നവീകരിക്കുകയും വീണ്ടും സജ്ജമാക്കുകയും ചെയ്യുകയാണ് ആര്? ഇറാൻ. എന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഈ പ്രസ്താവന തുറന്നു കാണിക്കുന്നത് യുദ്ധത്തിന്റെ പുതിയ ഒരു യുക്തി കൂടിയാണ്. ആധുനിക യുദ്ധങ്ങളിൽ ഇനി ആദ്യ പ്രഹരമെല്ലാം തീരുമാനിക്കും എന്ന ധാരണ ക്ഷയിച്ചു വരികയാണ്. കാരണം ആദ്യ പ്രഹരം ഏറ്റുവാങ്ങിയ ശേഷം ആരാണോ വേഗത്തിൽ പുനഃസംഘടിപ്പിക്കുന്നത്, ആർക്കാണ് ദീർഘകാലം സമ്മർദ്ദം താങ്ങാനുള്ള ശേഷിയുള്ളത്, ആർക്കാണ് നഷ്ടങ്ങളെ വേഗത്തിൽ നികത്താനാകുന്നത് എന്നതാണ് ഇവിടെ നിർണായകമായി മാറുന്നത്. ഇവിടെയാണ് പുനർനിർമ്മാണ വേഗത എന്ന ആശയം ശക്തിയുടെ പ്രധാന അളവുകോലായി മാറുന്നത്. ഒരു രാജ്യം ഉപയോഗിക്കുന്നതിലും വേഗത്തിൽ നഷ്ടപ്പെട്ട ഉപകരണങ്ങൾ തിരികെ സജ്ജമാക്കാൻ കഴിയുന്നു എങ്കിൽ അത് യുദ്ധത്തിൽ ക്രമേണ മേൽക്കൈ നേടും. മറുവശത്താകട്ടെ, ഉപഭോഗ നിരക്ക് പുനഃസ്ഥാപന നിരക്കിനേക്കാൾ കൂടുതലാണ് എങ്കിൽ തുടക്കത്തിൽ മുൻതൂക്കം ഉണ്ടായാലും പിന്നീട് ക്ഷീണം അനിവാര്യമാണ്. ഈ ക്ഷീണം ഒറ്റയടിക്ക് കാണപ്പെടില്ല. പകരം ആക്രമണ തീരുമാനങ്ങളിൽ കൂടുതൽ ജാഗ്രത, ഓപ്ഷനുകളുടെ കുറവ്, തന്ത്രപരമായ നീക്കം, ഇതെല്ലാമാണ് ഇതിന് ആക്കം കൂട്ടുന്നത്. ഇറാന്റെ കാര്യത്തിൽ ഈ ചർച്ചയ്ക്ക് ഒരു പ്രസക്തിയുണ്ട്. വർഷങ്ങളായി ഉപരോധങ്ങളും സാമ്പത്തിക സമ്മർദ്ദങ്ങളും സാങ്കേതിക നിയന്ത്രണങ്ങളും നേരിട്ട സാഹചര്യത്തിലാണ് രാജ്യം എന്ത് ചെയ്യുന്നത്? ഒരു പ്രതിരോധ ഘടന വികസിപ്പിക്കുന്നത്. പുറത്തു നിന്നുള്ള വിതരണത്തെ ആശ്രയിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഇറാനെ ആഭ്യന്തര ഉൽപാദനം, സ്വദേശ സാങ്കേതിക വിദ്യ, വിതരണ ശൃംഖലകളുടെ വികേന്ദ്രീകരണം, വേഗത്തിലുള്ള അറ്റകുറ്റപ്പണി സംവിധാനം എന്നിവയിലേക്ക് തിരിച്ചു. ഈ നിർബന്ധിത മാറ്റങ്ങളാണ് ഇന്ന് പ്രവർത്തനപരമായ പ്രതിരോധ ശേഷി എന്ന രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രവർത്തനപരമായ പ്രതിരോധ ശേഷി എന്നത് ഒരു സൈന്യം ആദ്യ പ്രഹരം താങ്ങി നിൽക്കുക മാത്രമല്ല, അതിനുശേഷം ഒരു പുതിയ സാഹചര്യത്തിൽ വേഗത്തിൽ തിരിച്ചെത്തുകയും കൂടുതൽ വഴക്കത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ്. ഇത് വെറും ഒരു പ്രതിരോധം മാത്രമല്ല, ആക്രമണ സാധ്യതകളെ നിലനിർത്തുന്ന ഒരു പ്രതിരോധമാണ്. അതുകൊണ്ട് തന്നെയാണ് ചില വിദഗ്ധർ പറയുന്നത് പുനർനിർമ്മാണം ഒരു സാങ്കേതിക നടപടിയല്ല, അത് തന്നെ തന്ത്രപരമായ ഒരു ആയുധമാണ്. ഇവിടെ വെടിനിർത്തൽ കാലയളവുകളുടെ അർത്ഥവും മാറുന്നത് അങ്ങനെയാണ്. പരമ്പരാഗതമായ വെടിനിർത്തൽ എന്നത് യുദ്ധത്തിന്റെ ഒരു ഇടവേള, ക്ഷീണം, പുനഃസംഘടനയ്ക്കുള്ള സമയം എന്നായിരുന്നു. എന്നാൽ ഇന്നാകട്ടെ ചില രാജ്യങ്ങൾക്ക് അത് മുന്നോടിയായുള്ള കുതിപ്പിന്, അതായത് ഒന്ന് നിൽക്കുന്ന എന്തിനെ കിതയ്ക്കാനല്ല മറിച്ച് കുതിക്കാനാണ് എന്ന ഒരു സാമാന്യ തത്വമാണ് ഇവിടെയും വരുന്നത്. ആക്രമണം താൽക്കാലികമായി കുറഞ്ഞ സമയത്ത് സ്റ്റോക്കുകൾ പുനർനിർമ്മിക്കുക, പ്ലാറ്റ്ഫോമുകൾ നവീകരിക്കുക, സാങ്കേതിക സംവിധാനങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക, പുതിയ തന്ത്രങ്ങൾ പരീക്ഷിക്കുക എന്നിവയ്ക്ക് വെടിനിർത്തൽ ഘട്ടം ഉപയോഗപ്പെടുകയാണ്. ഏതായാലും പുറത്തുനിന്ന് ശാന്തമായി തോന്നുന്ന ഘട്ടം അകത്ത് വൻ സജ്ജീകരണത്തിന്റെ സമയമായി മാറാം. ലോജിസ്റ്റിക്കിന്റെ പ്രാധാന്യവും ഇവിടെ വലുതാണ്. ദീർഘകാല യുദ്ധങ്ങളിൽ വിജയിക്കുന്നത് ഏറ്റവും വലിയ ആയുധ ശേഖരം ഉള്ളവനല്ല, ആ ശേഖരം നിലനിർത്താൻ കഴിവുള്ളവനാണ്. നീണ്ട കടൽപാതകൾ, വിദേശ വിതരണ കരാറുകൾ, സങ്കീർണ ഗതാഗത ശൃംഖലകൾ എന്നിവയെ ആശ്രയിക്കുന്ന സൈനിക ഘടനകൾ പ്രതിസന്ധി കാലത്ത് ദുർബലമാകാം. ഒരു തുറമുഖം തടസ്സപ്പെടുകയോ കടൽപാത അപകടത്തിലാവുകയോ രാഷ്ട്രീയ സാഹചര്യം മാറുകയോ ചെയ്താൽ മുഴുവൻ വിതരണക്രമവും തകരാം. അതേസമയം ആഭ്യന്തര ഉൽപാദനവും ചിതറിക്കിടക്കുന്ന ചെറിയ ശൃംഖലകളുമുള്ള സംവിധാനങ്ങൾക്ക് വേഗത്തിൽ പൊരുത്തപ്പെടാനാകും. ഇറാൻ ഇത്തരം മാതൃകയിലേക്കാണ് നീങ്ങുന്നതെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്തായാലും ഡ്രോണുകൾ, മിസൈലുകൾ, മൊബൈൽ ലോഞ്ചറുകൾ, ഭൂഗർഭ സംഭരണ സംവിധാനങ്ങൾ, ചെറുതും വിഭജിച്ചതുമായ ഉൽപാദന കേന്ദ്രങ്ങൾ എന്നിവയുടെ എല്ലാം കൂട്ടായ്മ ഒരു കേന്ദ്രീകൃത സൈനിക മാതൃകയേക്കാൾ കൂടുതൽ പ്രതിരോധ ശേഷി നൽകുന്നുണ്ട്.
ഒരു കേന്ദ്രം തകരുകയാണ് എങ്കിൽ മുഴുവൻ സംവിധാനം തകരുകയല്ല. ഇതാണ് വിതരണ വികേന്ദ്രീകരണത്തിന്റെ ശക്തി. യുദ്ധഭൂമിയിൽ കാണുന്നത് മിസൈൽ പ്രഹരങ്ങളും ഡ്രോൺ ആക്രമണങ്ങളും മാത്രമാണ്. എന്നാൽ അവയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് ശാസ്ത്രജ്ഞർ, എഞ്ചിനീയർമാർ, അറ്റകുറ്റപ്പണി കേന്ദ്രങ്ങൾ, ഉൽപാദന ശൃംഖലകൾ, ഗതാഗത സംവിധാനങ്ങൾ, കമാൻഡ് അൽഗോരിതങ്ങൾ, തീരുമാനമെടുക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവയടങ്ങിയ വലിയ ഒരു ശൃംഖലയാണ്. ഈ അദൃശ്യ ഘടന ശക്തമായാൽ മാത്രമേ ദൃശ്യമായ യുദ്ധശേഷി ദീർഘകാലം നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ശക്തി എന്ന ആശയം ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നത്. മുമ്പ് അത് എത്ര ടാങ്ക്, എത്ര യുദ്ധവിമാനം, എത്ര മിസൈൽ എന്ന കണക്കിലൂടെ അളന്നിരുന്നു. ഇപ്പോൾ അതൊരു തുടർച്ചയായ പ്രക്രിയയായി മാറുകയാണ്. ഉത്പാദനം, ഉപയോഗം, പുനഃസ്ഥാപനം, പുതുക്കൽ, പൊരുത്തപ്പെടൽ എന്നിവയുടെ ചക്രമായി. ഈ ചക്രം വേഗത്തിൽ സുസ്ഥിരമായി നടത്താൻ കഴിയുന്നവരാണ് ദീർഘകാലം മേൽക്കൈ നേടുന്നത്. എന്തായാലും ഇറാൻ യുദ്ധത്തിൽ തകർന്നടിഞ്ഞിട്ടില്ല, മറിച്ച് തിരിച്ചടിക്കാനുള്ള 10 മടങ്ങ് ശക്തി നേടിക്കൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ.